ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. എന്താണ് ഇതിൽ വി എന്ന് പറയുന്നത്? ശബ്ദത്തിന്റെ വേഗത, വായുവിലെ വേഗത. നമ്മുടെ ക്വസ്റ്റ്യനിൽ 340 എന്ന് പറഞ്ഞില്ലേ, അത്. വി ഒ എന്ന് പറയുന്നത് ഒബ്സർവേഴ്സ് വെലോസിറ്റി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒബ്സർവർ അനങ്ങാതെ നിൽക്കുക, അതുകൊണ്ട് അത് 0. ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഫിസിക്സിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഇനി കേട്ടറ്റ് മാത്രമല്ല, ഫിസിക്സ് സിലബസിൽ വരുന്ന എല്ലാ പരീക്ഷകളും, എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമുകളും, അതിൽ ജനറൽ PSC പരീക്ഷകളുണ്ട്, LP UP പോലെയുള്ള ടീച്ചിങ് എക്സാംസ് ഉണ്ട്. അതിലൊക്കെ ഫിസിക്സ് സിലബസിൽ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വേവ്സ് ആൻഡ് സൗണ്ട്സ്, തരംഗങ്ങളെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും നിർബന്ധമായിട്ടും പഠിക്കാനുണ്ടാവും. അങ്ങനെ പഠിക്കാനുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡോപ്ലർ എഫക്റ്റ്. ഇപ്പൊ ഈ ഒരു സംഗതി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉദാഹരണമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു ആംബുലൻസ് നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആംബുലൻസിന്റെ സൈറന്റെ ശബ്ദം, ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വരും തോറും കൂടി 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 വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ആംബുലൻസ് നമ്മളെ കടന്നു പോകുമ്പോൾ, അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കുറഞ്ഞു 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 വരും. ഇതിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ആംബുലൻസിന്റെ സൈറനിൽ നിന്ന് വരുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി, അത് ഒരേ ആവൃത്തിയിൽ തന്നെയാണ് ശബ്ദം, ഒരേ ആവൃത്തിയിൽ തന്നെയാണ് ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ആംബുലൻസ് നമ്മളോട് അടുക്കുന്ന സമയത്ത് നമുക്ക് ആ ആവൃത്തി കൂടിയതായിട്ട് അനുഭവപ്പെടുന്നു. ഇപ്പൊ പിച്ച് കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് ശബ്ദത്തിന്റെ തീവ്രത നമ്മുടെ ചെവിയിൽ കൂടാനുള്ള കാരണം. ആംബുലൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് തീവ്രത കുറഞ്ഞു 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 പോകുന്നത് കൊണ്ടാണ് ആ ശബ്ദത്തിന്റെ പിച്ച് കുറയുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം. ആവൃത്തിക്കാണ് മാറ്റം സംഭവിക്കുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയും. ഡോപ്ലർ എഫക്റ്റിൽ സംഭവിക്കുന്നത് എന്താണ്? there occurs a frequency shift due to the relative motion of observer and source. ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് ഇവിടെയുണ്ട്, ശബ്ദം കേൾക്കുന്ന ഒരു ഒബ്സർവർ ഇവിടെയുണ്ട്. ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷൻ, ആപേക്ഷിക ചലനം, ആ ചലനം മൂലമാണ് ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് സംഭവിക്കുന്നത്, ആവൃത്തിക്ക് മാറ്റം സംഭവിക്കുന്നത്. അതാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു സെഷനിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ എന്താണ് ഈ പറയുന്ന ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഡോപ്ലർ എഫക്റ്റ് വരുന്നത് നമ്മളിപ്പോ കേട്ടറ്റ് 3യുടെ സിലബസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂള്, ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ വേവ് മോഷനാണ് വരുന്നത്. ആ വേവ് മോഷനിൽ നോക്കിയത് ഇവിടെ നോക്കി, ഡോപ്ലർ എഫക്റ്റ് കൃത്യമായിട്ട് ഇതാ ഇവിടെ ഉണ്ട്. എക്കോ, ബീറ്റ്സ്, റിവർബറേഷൻ എന്നൊക്കെ പറഞ്ഞ് ശബ്ദത്തിന്റെ വിവിധ പ്രത്യേകതകൾ, വിവിധ സവിശേഷതകൾ നമ്മൾ പഠിക്കുന്നതിനൊപ്പം ആര് കിടക്കുന്നുണ്ട്? ഡോപ്ലർ എഫക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മുടെ സിലബസിനകത്ത് വരുന്നതാണ്. ശബ്ദത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഏത് ഫിസിക്സിന്റെ സിലബസിലും ഡോപ്ലർ എഫക്റ്റ് വരുന്നുണ്ട്. എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡോപ്ലർ എഫക്റ്റ് ഈസ് ദി പ്രിസൈവ്ഡ് ചേഞ്ച് ഇൻ ദി frequency, perceived change in the frequency or pitch of a wave when there is a relative motion between the source of the wave and the observer. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുകൾ ഇതാണ്. ഒന്ന് സോഴ്സ്, പിന്നെ ഒന്ന് ഒബ്സർവർ. രണ്ടുപേരായില്ലേ? എന്തിലുണ്ടാവുന്ന മാറ്റമാണ്? ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി. ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി എന്ത് കാരണമാണ്? when there is a relative motion, ചലനം ഉണ്ടായിരിക്കണം. there should be a relative motion. റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ആംബുലൻസിന് അടുത്തേക്ക് പോവാം. ഇത് രണ്ടും സംഭവിക്കാം. നമ്മൾ അങ്ങോട്ടും ആംബുലൻസ് ഇങ്ങോട്ടും വരാം. അപ്പോഴൊക്കെ ഈ പറയുന്ന ഡോപ്ലർ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ഡോപ്ലർ എഫക്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ഒരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പരിശീലിക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. An ambulance is driving down a straight road towards you at a speed of 34 meters per second. The siren on the ambulance emits a continuous frequency of 1000 Hz. You are standing perfectly still on the sidewalk, assuming the speed of sound in the air that day is 340 meters per second. Find the frequency of siren you hear.
ചോദ്യം നന്നായിട്ട് നോക്കി. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 2-3 തവണ വായിച്ചു നോക്കിക്കോളൂ. ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്, വിച്ച് ഈസ് മൂവിങ് ടുവേർഡ്സ് യു. എത്ര സ്പീഡിലാണ് വരുന്നത്? 34 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആംബുലൻസിന്റെ സ്പീഡ്, ആംബുലൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സോഴ്സ് അല്ലേ, നമ്മൾക്ക് അതേതാ ഇവിടെ ഈ ഒരു ചിത്രം നോക്കിയേ, ഇതാണ് ആംബുലൻസ്. ഈ ആംബുലൻസ് എന്ന് പറയുന്നതാണ് സൗണ്ടിന്റെ സോഴ്സ്. ഇയാൾ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. നമ്മുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ നിൽക്കുന്ന ആളാണ് നമ്മളെന്ന് വിചാരിക്കുക. ഈ ആംബുലൻസ് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ നമുക്ക് ആ സ്പീഡിനെ, നമ്മുടെ അടുത്തേക്ക് ആംബുലൻസിനുള്ള സ്പീഡിനെ നമുക്ക് സോഴ്സ് സ്പീഡ് എന്ന് പറയാം. സോഴ്സിന്റെ, സൗണ്ടിന്റെ സോഴ്സിന്റെ സ്പീഡ്, ആംബുലൻസ് അല്ലേ സൗണ്ടിന്റെ സോഴ്സ്. ആ സ്പീഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 34 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ദ സൈറൺ ഓൺ ദ ആംബുലൻസ് എമിറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഓഫ് 1000 ഹേർട്സ്. ഇവിടെ ഈ ഒരു സൈറൺ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്. ഈ ശബ്ദം ഇങ്ങനെ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഈ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 1000 ഹേർട്സ് എന്ന് തന്നിട്ടുണ്ട്. സാധാരണ ഒരു ആംബുലൻസിന്റെ സൈറൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 500 മുതൽ 1500 വരെ ഹേർട്സിനകത്താണ് വരിക. അപ്പൊ നമ്മളൊരു ആവറേജ് എടുത്തിരിക്കുകയാണ്, 1000 ഹേർട്സ്, 1000 ഹേർട്സ് എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് യു ആർ സ്റ്റാൻഡിങ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഓൺ ദ സൈഡ് വാക്ക്. നമ്മൾ അനങ്ങുന്നില്ല, നമ്മൾ അവിടെ നിൽക്കുവാണ്, നമ്മൾ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് നമുക്ക് എന്തില്ല? നമുക്ക് വെലോസിറ്റി ഇല്ല. നമുക്ക് വെലോസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഒബ്സർവർ വെലോസിറ്റി, ഒബ്സർവർ അനങ്ങാതെ നിൽക്കുന്നത് കൊണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒബ്സർവർ അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് ഒബ്സർവർ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് the speed of sound in the air that day is 340 meter per second. വായുവിലൂടെയാണല്ലോ ശബ്ദം നമ്മളിലേക്ക് എത്തുക. സൈറന്റെ ശബ്ദം വായുവിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ വായുവിൽ ശബ്ദത്തിന്റെ വേഗത അന്ന് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കാലാവസ്ഥ അനുസരിച്ച് മാറും. ടെമ്പറേച്ചർ കൂടുമ്പോൾ, മഴ പെയ്യുമ്പോഴൊക്കെ ഈ വേഗത മാറും. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് 340 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ എടുക്കുന്നു. ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 340 എടുത്ത് ചെയ്യുക. കാരണം സാധാരണ നമ്മൾ ഒരു ആവറേജ് എടുക്കുന്നതാണ്. വായുവിൽ ശബ്ദത്തിന്റെ വേഗത 340 എന്ന് പറഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ ഈ ശബ്ദത്തിന്റെ വേഗത കൂടെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശബ്ദം എപ്പോഴും സോഴ്സിൽ നിന്ന് എങ്ങോട്ടാ വരുന്നത്? ഒബ്സർവറുടെ അടുത്തേക്കാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ സൗണ്ട് ദാ ഇങ്ങനെ ഇവിടുന്ന് ഒബ്സർവറുടെ അടുത്തേക്കാണ് വരുന്നത്. അതിന് നമ്മൾ വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചിത്രത്തിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന്, ഒബ്സർവർ അനങ്ങാതെ നിൽക്കുവാണ്. സോഴ്സ് ആംബുലൻസ് ഒബ്സർവറുടെ അടുത്തേക്ക് വരുന്നത് സോഴ്സ് വെലോസിറ്റി 34 മീറ്റർ പെർ സെക്കൻഡിലാണ്. ശബ്ദം ഒബ്സർവറുടെ അടുത്തേക്ക് സോഴ്സിൽ നിന്ന് വരുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലൂടെ വേഗത. ആ ശബ്ദത്തിന്റെ സോഴ്സ് ഫ്രീക്വൻസി എത്രയാണ്? 1000 ഹേർട്സ് ആണ്. ഈ ശബ്ദം ഈ ഒബ്സർവറുടെ ചെവിയിൽ എത്തുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റമുണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൽ ശബ്ദത്തിന്റെ വേഗതയുണ്ട്, സോഴ്സിന്റെ വേഗതയുണ്ട്, ഒബ്സർവറുടെ വേഗത, ഇവിടെ ഒബ്സർവർ അനങ്ങാതെ നിൽക്കുക ആയതുകൊണ്ട് 0, ഒബ്സർവറുടെ വേഗതയുണ്ട്. പിന്നെ നമുക്കൊരു സോഴ്സ് ഫ്രീക്വൻസി, ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രീക്വൻസി, അയാൾ അത് കേൾക്കുന്ന ഒബ്സർവേഴ്സ് ഹിയറിംഗ് ഫ്രീക്വൻസി നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് +1 +2 പഠിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ഈ പറയുന്ന ഡോപ്ലർ എഫക്റ്റിന് മൾട്ടിപ്പിൾ ഇക്വേഷൻസ്, പല കേസിൽ പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ്. എന്താണ്? ഒബ്സർവേഴ്സ് ഫ്രീക്വൻസി, ഒബ്സർവർ കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സോഴ്സ് ഫ്രീക്വൻസി ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം നന്നായിട്ട് മനസ്സിലാക്കുക. V ± V0 ബൈ V ± VS. എന്താണ് ഇതിൽ? V എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വേഗത, വായുവിലെ വേഗത. നമ്മുടെ ക്വസ്റ്റ്യനിൽ 340 എന്ന് പറഞ്ഞില്ലേ, അത്. VO എന്ന് പറയുന്നത് ഒബ്സർവേഴ്സ് വെലോസിറ്റി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒബ്സർവർ അനങ്ങാതെ നിൽക്കുക ആയതുകൊണ്ട് അത് 0. VS എന്ന് പറയുന്നത് എന്താ? VS സോഴ്സ് വെലോസിറ്റി, സോഴ്സിന്റെ വെലോസിറ്റി, സോഴ്സിന്റെ സ്പീഡ്. സോഴ്സ് ആംബുലൻസാ. ആംബുലൻസിന്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു 34 മീറ്റർ പെർ സെക്കൻഡ്. 34 മീറ്റർ പെർ സെക്കൻഡ്. ഈ FS എന്താ? FS സോഴ്സ് ഫ്രീക്വൻസി 1000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1000 ഹേർട്സ്. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സംശയം വരിക, ഈ പ്ലസ് ഓർ മൈനസ് മുകളിലും താഴെ ഉണ്ടല്ലോ, പ്ലസ് ചേർക്കണോ മൈനസ് ചേർക്കണോ എന്ന തീരുമാനമെടുക്കലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഡിസിഷൻ നമുക്ക് എടുക്കുന്നത് പഠിച്ചാൽ ഈ ഇക്വേഷൻ നമുക്ക് ഏത് ഡോപ്ലർ എഫക്റ്റിന്റെ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം. പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് എങ്ങനെ തീരുമാനിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ മുകളിലുള്ള 2 വെലോസിറ്റി ആരൊക്കെയാ?
ശബ്ദത്തിന്റെ വെലോസിറ്റിയും ഒബ്സർവറുടെ വെലോസിറ്റിയും. താഴെയുള്ള രണ്ടെണ്ണം ഏതൊക്കെയാ? ശബ്ദത്തിന്റെ വെലോസിറ്റിയും സോഴ്സിന്റെ വെലോസിറ്റിയും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ശബ്ദത്തിന്റെ വെലോസിറ്റിയോട് ഒന്നെങ്കിൽ ഒബ്സർവറുടെ വെലോസിറ്റി അല്ലെങ്കിൽ സോഴ്സിന്റെ വെലോസിറ്റി. ഈ നമ്മൾ വരച്ച ഡയഗ്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒബ്സർവർക്ക് വെലോസിറ്റി ഇല്ല. അപ്പൊ അത് 0 ആയതുകൊണ്ട് അതിന് പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല, അത് എഴുതേണ്ട കാര്യമില്ല. ഇവിടെ സോഴ്സിന് വെലോസിറ്റി ഉണ്ട്. സോഴ്സിന്റെ വെലോസിറ്റി 34 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ നോക്കി? അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒബ്സർവറുടെ അടുത്തേക്ക്, ഇങ്ങോട്ട് അല്ലേ? സൗണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ശബ്ദത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ശബ്ദം പോകുന്നതും അതേ ഡയറക്ഷനിലല്ലേ? ഒബ്സർവറുടെ അടുത്തേക്കല്ലേ? അപ്പൊ വിയും വി എസും ഒരേ ഡയറക്ഷനിൽ. വിയും വി എസും ഒരേ ഡയറക്ഷനിൽ. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ആണ് കൊടുക്കേണ്ടത്. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഓർക്കുക. ഇപ്പൊ വിയും വി ഒയും വിയും വി എസും ഇവരെ തമ്മിലാ കമ്പയർ ചെയ്യേണ്ടി വരിക. വിയും വി എസും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് കൊടുക്കുക. അതേപോലെ തന്നെ വി ഒ വരുന്ന സന്ദർഭങ്ങളിൽ വിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് കൊടുക്കുക. എതിർ ദിശയിലാണെങ്കിൽ അത് പ്ലസ് ആക്കുക. ഒരേ ദിശയിലാണെങ്കിൽ മൈനസ്, എതിർ ദിശയിലാണെങ്കിൽ പ്ലസ്. ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ ഒരു ഇക്വേഷനിൽ ആ പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? വിയും വി നോട്ടിനും ഇടയിൽ പ്ലസ് വേണോ മൈനസ് വേണോ തീരുമാനിക്കുന്നത് രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ മൈനസ്, എതിർ ദിശയിലാണെങ്കിൽ പ്ലസ്. അതേപോലെ തന്നെ താഴെ ഒരേ ദിശയിലാണെങ്കിൽ മൈനസ്, എതിർ ദിശയിലാണെങ്കിൽ പ്ലസ്. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെയാണ്? ന്യൂ ഫ്രീക്വൻസി എഫ് നോട്ട് ഇസ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു വി. പ്ലസ് വേണോ മൈനസ് വേണോ? വി പ്ലസ് ഓർ മൈനസ് വി ഒ ആണ് ഇവിടെ വരുന്നത്. പക്ഷെ വി ഒ 0 ആയതുകൊണ്ട് പ്ലസും മൈനസും ആവശ്യമില്ല. വി എന്ന് മാത്രം എഴുതിയാൽ മതി. താഴെ എന്ത് വരും? വി പ്ലസ് ഓർ മൈനസ് വി എസ് എഴുതണം. ഇവിടെ ഒരേ ദിശയിലായതുകൊണ്ട് മൈനസ് വി എസ് എന്ന് വരും. ഓക്കെ, ഇനി വാല്യൂസ് അങ്ങ് കൊടുത്താൽ മതി. എന്ത് കിട്ടും? 1000 ഇൻറ്റു മുകളിൽ 340 ബൈ 340 മൈനസ് എത്രയാണ്? വി എസ് സോഴ്സ് ഫ്രീക്വൻസി 34. 340 മൈനസ് 34 എന്ത് വരും നോക്കി? 1000 ഇൻറ്റു 340 ബൈ 340 മൈനസ് 34. ഞാനത് ഇവിടേക്ക് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 340 ബൈ 340 ബൈ മൈനസ് 34 വരുമ്പോൾ എത്ര വരും? 306 വരും അല്ലെ? ഇത് വരും. ഇത് നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് എന്താ ആൻസർ കിട്ടും നോക്കിയേ? 340 34 20 എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലെ? 10 എണ്ണം ഉണ്ട്. 306 അത് 9 എണ്ണം ഉണ്ട്. അപ്പൊ 10 ബൈ 9, 1000 ഇൻറ്റു 10 ബൈ 9, അപ്പൊ 10000 ബൈ 9 എന്ന് വരും. 10000 ബൈ 9 എന്ന ആൻസർ വരും. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് 1111.11 എക്സെട്ര അങ്ങനെ വരും. അത്രയും നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. 1111.11 ഹേർട്സ്. 1000 കൂടുതലല്ലേ? സോഴ്സ് ഫ്രീക്വൻസിയേക്കാൾ ആള് കേൾക്കുന്ന ഫ്രീക്വൻസി കൂടിയില്ലേ? ആൻസർ നോക്കി. ഉറപ്പായിട്ട് നമുക്കറിയാം ആംബുലൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുക. നമുക്ക് കിട്ടിയ ആൻസറിലും എന്താ സംഭവിച്ചത്? 1000 എന്നുള്ളത് 1111.11 ആയിട്ട് കൂടി. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രയോഗിക്കേണ്ടത്. ഇത് എല്ലാ കേസിലും ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ കേസിലും നമുക്ക് ഉപയോഗിക്കാം. എല്ലാ കേസും എന്ന് പറയുമ്പോൾ ഏതൊക്കെ കേസ് വരും? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ആംബുലൻസ് ഇയാളുടെ അടുത്തേക്ക് വരികയാണ്, ഇയാൾ അനങ്ങാതെ നിൽക്കുകയാണ്. ഇതൊരു കേസാണ്. ഇപ്പോ എപ്പോഴും ശബ്ദത്തിന്റെ ഡയറക്ഷൻ, അതായത് വിയുടെ ഡയറക്ഷൻ, ശബ്ദം 340 മീറ്റർ പെർ സെക്കൻഡിലാണ് വായുവിലൂടെ വരുന്നതെന്ന് പറഞ്ഞല്ലോ. ആ ദിശ എപ്പോഴും ആംബുലൻസിൽ നിന്ന് വ്യക്തിയിലേക്ക്, അഥവാ സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്ക്. ഇതാണ് സോഴ്സ്, ഇതാണ് ഒബ്സർവർ. സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് സോഴ്സിന്റെ വെലോസിറ്റിയും ഒബ്സർവറുടെ വെലോസിറ്റിയും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാർക്ക് ചെയ്യുക. ആംബുലൻസ് ആളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ സോഴ്സ് ഇങ്ങോട്ടാ, സോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ. എന്നാൽ ആംബുലൻസിന് അകന്നു പോവാം, ആംബുലൻസിന് വേണമെങ്കിൽ അകന്നു പോവാം, സോഴ്സിൽ നിന്ന് അകന്നു പോവാം. അതേസമയം ആംബുലൻസ് അവിടെ നിന്നിട്ട് ഒബ്സർവർക്ക് ഇങ്ങോട്ട് വരാം, ഒബ്സർവർക്ക് ആംബുലൻസിന് അടുത്തേക്ക് വരാം. ഇനി അല്ല, ആംബുലൻസ് അവിടെ നിൽക്കുമ്പോൾ ഒബ്സർവർക്ക് ഇവിടുന്ന് അകന്നു പോവാം. ഒബ്സർവർ ഒരു ബൈക്കിലാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ ഒബ്സർവർക്ക് ഇങ്ങോട്ടും വരാം, ഒബ്സർവർക്ക് അങ്ങോട്ടും പോവാം. ആംബുലൻസ് ഒരിടത്ത് നിൽക്കുമ്പോൾ, സൈറൻ മുഴക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ ആപേക്ഷിക ചലനമാണ്, ഇതൊക്കെ റിലേറ്റീവ് മോഷനായി. ഏതെങ്കിലും ഒരാൾ അനങ്ങിയാലും മതി. അപ്പൊ ഇപ്പൊ തന്നെ എത്ര കേസായി? ആംബുലൻസ് അങ്ങോട്ട് പോകുന്നത് 1, ആംബുലൻസ് തിരിച്ചു പോകുന്നത് 2, ആംബുലൻസ് അവിടെ നിന്നിട്ട് ഒബ്സർവർ വരുന്നത് 3ാമത്തെ കേസ്, ഒബ്സർവർ അകന്നു പോകുന്നത് 4ാമത്തെ കേസ്. ഇനി രണ്ടുപേരും അനങ്ങുന്നു പറയുമ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വരുന്നു. നോക്കി, രണ്ടുപേരും അടുത്തേക്ക് വരുന്നത് അപ്പൊ 5ാമത്തെ കേസ്.
അല്ലെ? രണ്ടുപേരും അകന്നു പോകുന്നു, പരസ്പരം അകന്നു പോകുന്നു, അത് ആറാമത്തെ കേസ്. ഇനി ഒരാൾ പോകുമ്പോൾ മറ്റേ ആൾ ഫോളോ ചെയ്യുന്നു, അങ്ങനെ സംഭവിച്ചൂടെ? ആംബുലൻസ് പോകുമ്പോൾ ബൈക്കിൽ ഫോളോ ചെയ്യുന്നു, അപ്പൊ രണ്ടുപേരും ഒരേ ദിശയിലാണ്, പക്ഷെ ഒരാളെ ഫോളോ ചെയ്യുക, അത് അടുത്ത കേസ്, ഏഴാമത്തെ കേസ്. നേരെ തിരിച്ച് ബൈക്ക് മുന്നിൽ പോകുമ്പോൾ ആംബുലൻസ് പുറകെ വരുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കേസസ് ആയി. ഇങ്ങനെ ഒരു 8-9 കേസുകളുണ്ട്. 8-9 ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ഇവിടെ ഉണ്ട്. ആ 8-9 കേസുകളിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ കയ്യിൽ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. ഏതാ? ഈ ഫോർമുല. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ പ്ലസ് ഓർ മൈനസ് ഇടുന്നത് പരിശീലിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഉദാഹരണം കൂടെ നോക്കാം. നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കുവാണ്, ആംബുലൻസ് ഇങ്ങോട്ട് പോകുന്നു, ഇയാള് ആംബുലൻസിന് അടുത്തേക്ക് വരുന്നു, രണ്ടുപേരും അടുത്തേക്ക് വരുന്നു. ഇങ്ങനെ ഒരു കേസാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. നേരത്തെ എക്സാമ്പിളിലെ ഫ്രീക്വൻസി തന്നെ എടുക്കാം നമുക്ക്. സോഴ്സ് ഫ്രീക്വൻസി 1000 ഹെർട്സ്, സോഴ്സ് ഫ്രീക്വൻസി 1000 ഹെർട്സ്. ഓക്കെ, ഇവിടെ ശബ്ദത്തിന്റെ വേഗത v, ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് വായുവിൽ, അതിന് മാറ്റമില്ല എന്ന് വിചാരിക്കുക. ആംബുലൻസിന്റെ സ്പീഡ് vs നമ്മൾ എടുക്കുന്നു 34 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ എടുക്കുന്നു. ഇയാള് ആംബുലൻസിന്റെ അടുത്തേക്ക് വരുന്ന സ്പീഡ് ഒരു 17 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുന്നു. ഇതെന്താണ്? VO. ഇത്രയും എഴുതിയിട്ട് എങ്ങനെ നമ്മൾ ഫോർമുല ഫോം ചെയ്യും? അപ്പൊ നേരത്തെ അതേപോലെ ഒബ്സർവർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സോഴ്സ് ഫ്രീക്വൻസി ഇൻറ്റു v പ്ലസ് ഓർ മൈനസ് VO എന്ന് എഴുതണം. v പ്ലസ് ഓർ മൈനസ് VO, അതിൽ പ്ലസ് ഓർ മൈനസ് നമ്മൾ ഇവിടെ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കും? വിയും വിഒയും തമ്മിൽ കമ്പയർ ചെയ്യുക. എവിടെ നോക്കിയേ, v ഇവിടെ ഉണ്ട്, VO ഇവിടെ ഉണ്ട്, രണ്ടും എതിർദിശയിലല്ലേ, അപ്പൊ പ്ലസ് കൊടുക്കുക. ഒരേ ദിശയിൽ മൈനസ്, എതിർദിശയിൽ പ്ലസ്. അപ്പൊ v പ്ലസ് VO ഡിവൈഡഡ് ബൈ താഴെ v പ്ലസ് ഓർ മൈനസിൽ ഏത് കൊടുക്കും? വിയും VS തമ്മിൽ കമ്പയർ ചെയ്യുക, രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് മൈനസ് v മൈനസ് VS. നോക്കിയേ, v പ്ലസ് VO ബൈ v മൈനസ് VS. ഇനി വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറിലേക്ക് പോവാം. 1000 ഇൻറ്റു v എന്ന് പറയുന്നത് 340 പ്ലസ് v ഒബ്സർവർ എത്രയാ? 17 ഡിവൈഡഡ് ബൈ 340 മൈനസ് v സോഴ്സ് എത്രയാ? 34. നോക്കൂ, ഇതാണ് ആൻസർ. ഇത് ചെയ്ത് കിട്ടുന്നതാണ് ആൻസർ. 340ഉം 17ഉം 357 മുകളിൽ വരും. ഇങ്ങോട്ട് എഴുതാം. 1000 ഇൻറ്റു മുകളിൽ 357 വരും, താഴെ 340 34 പോയി കഴിഞ്ഞാൽ 306 വരും. ഓക്കെ, ഇപ്പോ ഡിനോമിനേറ്ററിൽ മുകളിലാണ് വലിയ സംഖ്യ, താഴെ ചെറിയ സംഖ്യയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1000ൽ കൂടുതലുള്ള വാല്യൂ അല്ലേ കിട്ടുക? 1000നെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കണം. ആ ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിൽ വലിയ സംഖ്യയും ഡിനോമിനേറ്ററിൽ ചെറിയ സംഖ്യയാണ്. അംശം വലുതും ഛേദം ചെറുതുമാണ്. ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 1000നേക്കാൾ കൂടിയ ഒരു ആൻസർ ആണ് കിട്ടുക. നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ എനിക്ക് കമന്റ് ബോക്സിൽ തരൂ പ്ലീസ്. ഓക്കെ, ചെയ്തിട്ട് ആൻസർ എത്രയാ കിട്ടുന്നത് നോക്കൂ. നിങ്ങൾ ചെയ്തു തന്നെ നോക്കൂ. ചെയ്തു നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 1000ത്തേക്കാൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ? ഈ എക്സാമ്പിളിൽ തന്നെ പറയുന്നത് ആംബുലൻസും ആളും അടുത്തേക്ക് വരുവാണ് പരസ്പരം. അപ്പൊ സ്വാഭാവികമായിട്ട് ഫ്രീക്വൻസി കൂടും. ഐഡിയ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. ആംബുലൻസ് അകന്നു പോകുന്നു, ഇയാളും അകന്നു പോകുന്നു പരസ്പരം. ഇങ്ങനെ ഒരു കേസിൽ എങ്ങനെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യും? അപ്പോഴും ശബ്ദത്തിന്റെ ഡയറക്ഷന് മാറ്റമൊന്നുമില്ല. ശബ്ദം 340 മീറ്റർ പെർ സെക്കൻഡിൽ എങ്ങോട്ടാ വരുന്നത്? ആംബുലൻസിൽ നിന്ന് ആളിലേക്ക്, അല്ലെ? ശബ്ദം അയാളുടെ അടുത്തേക്ക് വന്നാലല്ലേ അയാൾക്ക് കേൾക്കാൻ പറ്റൂ. ആ ദിശ ഫിക്സഡ് ആണ്. നമ്മളിവിടെ എന്ത് ചെയ്യണം? സോഴ്സിന്റെ വെലോസിറ്റി നേരത്തെ എടുത്തതുപോലെ 34 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തിട്ട് 34 മീറ്റർ പെർ സെക്കൻഡ് അകന്നു പോവുകയാണ്, ദിശ മാർക്ക് ചെയ്തു. ഒബ്സർവർ ഫ്രീക്വൻസി നമ്മൾ 17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ എടുത്തു. 17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ എടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇക്വേഷനിലേക്ക് മാറ്റുക. സോഴ്സ് ഫ്രീക്വൻസി 1000 ഹെർട്സ്, സോഴ്സ് വെലോസിറ്റി 34 മീറ്റർ പെർ സെക്കൻഡ്, ഒബ്സർവർ വെലോസിറ്റി 17 മീറ്റർ പെർ സെക്കൻഡ്. ഇക്വേഷനിൽ വരുമ്പോൾ എങ്ങനെ വരും? FO ഈസ് ഈക്വൽ ടു FS ഇൻറ്റു V പ്ലസ് ഓർ മൈനസ്. എന്ത് കൊടുക്കണം? നമ്മൾ പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ അപ്പോഴേ തീരുമാനിക്കണം. മുകളിലെ വിയും വിഒയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. രണ്ടും ഒരേ ദിശയല്ലേ? ഇതും ഒരേ ദിശയല്ലേ? ഒരേ ദിശയാവുമ്പോൾ മൈനസ് V മൈനസ് VO ഡിവൈഡഡ് ബൈ താഴെ V പ്ലസ് ഓർ മൈനസ് VS. ഏതാ കൊടുക്കണ്ടേ? വിയും VSഉം എതിർദിശയല്ലേ? നോക്കി, വിയും VSഉം എതിർദിശയാണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്ലസ് V പ്ലസ് VS. ഇനി വാല്യൂസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ 1000 ഇൻറ്റു 340 മൈനസ് 17 ഡിവൈഡഡ് ബൈ 340 പ്ലസ് 34. ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 340 മൈനസ് 17 വരുന്ന സമയത്ത് 327 വരും. ഞാൻ ഇവിടേക്ക് എഴുതാം. 1000 ഇൻറ്റു 327 ഡിവൈഡഡ് ബൈ 340 34 374 വരും. ചെയ്ത് നോക്കിയേ, ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്ററിൽ വലുതും അല്ലേ?
അപ്പൊ 1000 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ചെറിയ സംഖ്യയല്ലേ കിട്ടുക, 1000-ത്തേക്കാൾ ചെറുതല്ലേ കിട്ടുക? ചെയ്തു നോക്കി, 1000-ത്തേക്കാൾ താഴെ ഒരു വാല്യൂ കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ആൻസർ പറഞ്ഞ്, ഇതിന്റെയും കൂടെ ആൻസർ കമന്റ് ബോക്സിൽ പറഞ്ഞ്. അപ്പൊ ചെറിയൊരു വാല്യൂ ആണ് ആൻസർ ആയിട്ട് കിട്ടുക 1000-ത്തേക്കാൾ, അതായത് ഫ്രീക്വൻസി കുറയും. അകന്നു പോവുകയല്ലേ രണ്ടുപേരും, ഫ്രീക്വൻസി കുറയുന്നു നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ 8-9 കേസസ് ഉണ്ടല്ലോ. ഇനി ഏതൊക്കെ ബാക്കിയുണ്ട്? ഇനി ഇതിങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോൾ ഇയാൾ അകന്നു പോകുന്നു. ഇനി ഈ ആംബുലൻസ് അകന്നു പോകുന്ന സമയത്ത് ഇയാൾ ഇതിനെ ഫോളോ ചെയ്യുന്നു, അല്ലെ? രണ്ടുപേരും അകന്നു പോകുന്നത് ഇപ്പൊ നമ്മൾ ചെയ്തു. ഇനി ആംബുലൻസ് അനങ്ങാതെ അവിടെ നിൽക്കുമ്പോൾ ഇയാൾ അടുത്തേക്ക് വരുന്നു, ആംബുലൻസ് അവിടെ അനങ്ങാതെ നിൽക്കുമ്പോൾ ഇയാൾ അകന്നു പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ 8-9 കേസുകളിലെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ കയ്യിൽ ഒരേ ഒരു ഇക്വേഷൻ ഏതാണ്? എഫ് O is equal to observer frequency is equal to source frequency into V plus or minus VO by V plus or minus VS. ഈ പ്ലസ് ഓർ മൈനസ് കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. രണ്ട് വെലോസിറ്റി വിയും വിഒയും അതുപോലെ വിയും വി എസും ഇങ്ങനെയാണുള്ളത്. രണ്ട് വെലോസിറ്റി തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. എങ്ങനെ കമ്പയർ ചെയ്യണം? പ്ലസ് ഓർ മൈനസ് എങ്ങനെ കൊടുക്കണം? രണ്ടും ഒരു ദിശയാണ് പാലിക്കുന്നതെങ്കിൽ മൈനസ്, എതിർദിശയിലാണുള്ളതെങ്കിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സെറ്റായി. അപ്പോൾ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. 9 കേസസ് ഓഫ് ഡോപ്ലർ എഫക്റ്റിനും നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതേപോലെ വേറെ ഏത് സയന്റിഫിക് കൺസെപ്റ്റ് ആണ്, വേറെ ഏത് പ്രോബ്ലംസ് ആണ് സയൻസിൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ അടുത്ത സെഷൻ നമ്മൾ അതുമായിട്ട് വരും. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു.